ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അഖില ലോക മിഷൻ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ തിരുനാളിന് ഒരുക്കമായുള്ള നൊവേന ദിനങ്ങളിലൂടെയാണ് തിരുസഭാ മക്കൾ യാത്ര ചെയ്യുന്നത്. ആരാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ? 13-ാമത്തെ വയസ്സിൽ അവൾ സ്കൂൾ പഠനം നിർത്തി. 15-ാമത്തെ വയസ്സിൽ ലിസ്യുവിലെ കർമ്മല മഠത്തിൽ പ്രവേശിച്ചു. അവിടെ 8 വർഷവും 5 മാസവും 21 ദിവസവും ജീവിച്ചു. 24-ാമത്തെ വയസ്സിൽ ക്ഷയരോഗബാധിതയായി അവൾ മരിച്ചു. 28 വർഷങ്ങൾക്ക് ശേഷം 1925 മെയ് 17-ന് വിശുദ്ധരുടെ ഗണത്തിലേക്ക് അവൾ ഉയർത്തപ്പെട്ടു. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്നാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ 10-ാം പിയൂസ് പാപ്പ വിശേഷിപ്പിച്ചത്. 1927 ഡിസംബർ 14-ന് 11-ാം പിയൂസ് പാപ്പ അവളെ അഖില ലോക മിഷൻ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചു. 8.5 വർഷത്തെ കന്യകാല ജീവിതത്തിനിടയിൽ മഠത്തിന് വെളിയിൽ പോയി ഒരു സുവിശേഷ പ്രസംഗം പോലും നടത്തിയിട്ടില്ലാത്തവൾ. 1997 ഒക്ടോബർ 19-ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവളെ സാർവത്രിക സഭയുടെ വേദപാരംഗത പദവിയിലേക്ക് ഉയർത്തി. തിരുസഭയിൽ ഇന്നുള്ള 37 വേദപാരംഗതരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവളാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു രഹസ്യമുണ്ട്. ഏത് ജീവിത അന്തസ്സിൽ ഉള്ള വ്യക്തിക്കും വിശുദ്ധനാകാൻ സാധിക്കും. വിശുദ്ധരാകാൻ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. ചെയ്യുന്ന കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക. അതെ, നമ്മെ അതിശയിപ്പിക്കുന്ന അത്ഭുത സിദ്ധികളുള്ള ഒരു കൊച്ചു വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. തൻ്റെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവൾ ഇപ്രകാരം പറഞ്ഞു: സ്വർഗത്തിലെ എൻ്റെ സമയം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനായി ഞാൻ ചെലവഴിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമഘട്ടങ്ങളിൽ, രോഗാവസ്ഥകളിൽ, പ്രശ്നങ്ങളിൽ ഈ വിശുദ്ധിയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. വിശുദ്ധ കൊച്ചു ത്രേസ്യയോടുള്ള വളരെ ഫലദായകമായ ഒരു പ്രാർത്ഥനയുണ്ട്. അതിപ്രകാരമാണ്: മഹാദുഃഖസങ്കടവും വ്യസനവും വ്യാധിപീഡകളും അനുഭവിക്കുന്നവരുടെ മേലും യാതൊരു ആശ്വാസവും സമാധാനവുമില്ലാത്തവരുടെ മേലും അത്യധികം ദയയും കൃപയും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചെറുപുഷ്പമായ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ, നിന്റെ ജീവിതകാലത്ത് ലോകവൈദ്യന്മാരാൽ കൈവിടപ്പെട്ടെങ്കിലും ആകാശരാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയം വഴി നീ സുഖം പ്രാപിച്ചു എന്നതിൻ്റെ ഓർമ്മയ്ക്കായി എന്നെ സുഖപ്പെടുത്തണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. മരണശേഷം റോസാ പുഷ്പങ്ങളെ വർഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത വിശുദ്ധ കൊച്ചു ത്രേസ്യയെ, ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തന്ന് നിന്റെ വാഗ്ദാനം നിറവേറ്റണമേ. ഈ നൊവേന ദിനങ്ങളിൽ കൊച്ചു ത്രേസ്യയോടുള്ള ഈ മാധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയുടെയും ഭാഗമാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.